something to cut wood. No, You can take that few wood there. We don't have anything to cut. You don't need it. You take that. The You few. don't need it. Yeah, we got enough. Should be fine. So, Use that few. thank you, sir. Should be fine. We got like wait, little bit. Kubbooസും ചിക്കനും കുറച്ച് സാലഡും ഉണ്ട്. സാലഡ് എടുത്ത് ചിക്കൻ അതിനകത്ത് പിച്ചിട്ട് നമുക്ക് റാപ്പ് ഉണ്ടാക്കാം. ഗൈസ് ഞാനൊരു കുബൂസ് വെച്ചിട്ടൊരു റാപ്പ് ആക്കാൻ പോവാണ്. ഞങ്ങള് ചിക്കൻ നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയില്. അപ്പൊ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമ്മള് വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട്. കട്ട് വെജിറ്റബിൾസ് കാണിച്ചിട്ടേ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും ഇനി ചിക്കൻ ജസ്റ്റ് ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുബൂസും വാങ്ങിയിട്ടുണ്ട്. കുബൂസിന്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു റാപ്പ് പോലെ ആക്കാൻ പോവാണ്. ഇതൊരു സാലഡ് കിറ്റ് നമ്മൾ വാങ്ങിച്ചതാ അല്ലേ? ഇതില് മറ്റേ എല്ലാം ഉണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ഇല എന്തെങ്കിലും തായ് സ്റ്റൈൽ ഡ്രസ്സിംഗ് ആണ്. അവർക്ക് അതിനകത്ത് സാലഡ് ഡ്രസ്സിംഗ്. അപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. നമുക്ക് ലെമണൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല സെറ്റായി. ഇച്ചിരി ഇരുട്ടായി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല ആംബിയൻസ് ആവും. അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് നമ്മുടെ കയ്യിൽ ഫയർവുഡ് കട്ട് ചെയ്യുന്ന സാധനം ഉണ്ടോ, മിഷേനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. നമ്മൾ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വുഡ് ഇരിപ്പുണ്ടായിരുന്നു. അതവരോട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. നമുക്കിവിടെ ആവശ്യത്തിന് നമ്മൾ വുഡ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് ഈ ക്യാമ്പിങ്ങിന് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വുഡ് എന്നുള്ള സംഭവം. അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം ഇതൊക്കെ പെട്ടെന്ന് കത്തിത്തീരും. ഇതാകെ ഇതൊരു 3-4 മണിക്കൂർ നമ്മൾ കത്തിക്കണമെങ്കിൽ കുറേ വുഡ് വേണം. നല്ല രീതിയിലുള്ള വുഡ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ എന്നാലും നമ്മളിവിടെ വുഡ് ഇങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ കുറേ പേരൊക്കെ മറിഞ്ഞെടുക്കണയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും അതൊന്നും പെർമിറ്റഡ് അല്ല. മാക്സിമം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് നല്ലത്. $10 $15 ഉള്ള ഒരു ചാക്ക് 10 കിലോ വുഡൊക്കെ കിട്ടും. അപ്പം പെട്ടെന്ന് കത്തി തീരും. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് വുഡൊക്കെ ഇവിടെ നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ അവർ വന്ന് നമ്മുടെ വുഡൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോയി. കുറച്ച് അത് ഭയങ്കര ഹാപ്പി ആയി. താങ്ക് യു ഒക്കെ പറഞ്ഞു. നമ്മൾ നമ്മുടെ കലാപരിപാടികളായിട്ട് കുറച്ച് ചിക്കനും റാപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. നമുക്ക് ആദ്യം കുബൂസ് എടുക്കാം. കുബൂസിലേക്ക് കുറച്ച് നമ്മൾ ഷ്രെഡ് ചെയ്ത് ചിക്കൻ വെച്ച് കൊടുക്കാം. ആ ബേബി സാലഡ് എടുക്കാം. നാരങ്ങ സോസൊന്നും നമ്മൾ എടുത്തില്ല. സോസ് എടുക്കാൻ മറന്നുപോയി. സോസൊന്നും വേണ്ട. നമുക്ക് നല്ല നാരങ്ങ നീര് നാച്ചുറൽ ആയിട്ട് കഴിക്കാം. ഗാർലിക് സോൾട്ട് ഉണ്ട്. എന്നാ ഇങ്ങോട്ട് താ. ഗാർലിക് സോൾട്ട് കൂടി മിക്സ് ചെയ്യാം. ഇതിന്റെ മുകളിലേക്ക് ഓ ഞാൻ നീരൊന്നും ഇല്ലല്ലോ. ഉപ്പുണ്ട്. അതിന്റെ ബർപ്പാണ്. അതിനകത്ത് കൊറേ ഇതൊക്കെ ഉണ്ട്. സ്പിനാച്ചാണോ ഇത്? സ്പിനാച്ചല്ല, റോക്കറ്റ്. റോക്കറ്റോ? റോക്കറ്റ് എന്നാ പറയാ. റോക്കറ്റ് ചുമ്മാ റോക്കറ്റ് എന്നാ അതിന്റെ ലീഫിന്റെ പേര്. അതന്നെ. ക്യാപ്സിക്കം ഉണ്ട്. അതിനകത്തുള്ളത് ക്യാരറ്റ്. സോറി, റോക്കറ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ റാക്കറ്റോ? ഇതൊക്കെ പറഞ്ഞാൽ ക്യാരറ്റും ക്യാബേജും മിസൂനയും ക്യാരറ്റും ക്യാബേജും. ആ ക്യാബേജാണ്. ഞാൻ ചോണിയനാണ്. ഇത് എനിക്കാണോ? നമ്മുടെ ഫസ്റ്റത്തെ റാപ്പ് തയ്യാറായിരിക്കുകയാണ്. ഇതൊക്കെ കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ കഴിച്ചു. ബ്രെഡ് വെച്ച് കട്ടില്ല. സോസ് വേണം.
ഓക്കെ, നല്ല അടിപൊളി റാപ്പ്. നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും പറ്റില്ല, നമുക്ക് കിട്ടിയ ഫുഡ് വെച്ച് ഹാപ്പി. സോസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ചിക്കൻ ഉണ്ട്, സാലഡ് ലീവ്സ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഓണിയൻസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇവിടെ ഹെൽത്തി ഡിന്നർ. നമുക്ക് ഇനി ചിക്കൻ ഗ്രില്ല് ചെയ്യാനുണ്ട്. ഉണ്ടോ? ഓയിലായിട്ട് കൊണ്ടുപോകണം ആവശ്യമില്ല, സ്പ്രേ ചെയ്താൽ മതി. കോക്കനട്ട് സ്പ്രേ യൂസ് ചെയ്താൽ നമ്മൾ ഓയിലൊന്നും അങ്ങനെ ഒഴിച്ചില്ല, ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതായത് ഓയിൽ തന്നെ സ്പ്രേ പോലെ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇച്ചിരി ഓയിൽ നമുക്ക് ആ പാൻ അടി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചിക്കൻ വറുത്തോണ്ടിരിക്കുക. സാലഡ് ഉണ്ട് ഇഷ്ടം പോലെ. ഇതിനകത്ത് സെല്ലറി ഇട്ടിട്ടുണ്ട്. നമുക്കിനി വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഗൈസ് ഇതിൽ സിലറി വരെ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ സാലഡില് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന സാധനമാണ്. തായ് സ്റ്റൈൽ സാലഡാണ്. അവരെനിക്ക് തോന്നുന്നു സിലറി ഒക്കെ ചുമ്മാ വെറുതെ കഴിക്കുക. പക്ഷെ ഇതിൽ എഴുതിയിട്ടില്ല. പക്ഷെ അത് വെറുതെ കഴിക്കോ? ഗൈസ് നല്ല തീൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് പ്രത്യേക ഫീലിംഗ് ആണ് ഗൈസ്. അടിപൊളി ഫീലിംഗ് ആണ്. ഓപ്പൺ ആണ്, ചുറ്റും മരങ്ങളും, ക്ലോസ് ടു നേച്ചർ. നല്ല ഉഷാറായിട്ട് ഇന്ന് കത്തുന്ന മിടുക്കനെ കണ്ടോ? നമ്മുടെ ക്യാമ്പ് കുറച്ചുകൂടെ രാത്രി നമുക്ക് ലൈറ്റ് ഓൺ ആക്കാം. എവിടുന്ന് പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ആളുകള് താഴെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്, ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ തൊട്ട് താഴെ ഇതുവരെ ആരും വന്നില്ല. നമ്മൾ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത്, പക്ഷെ നമ്മുടെ തീ ഇവിടെ ക്യാമ്പ് ഫയർ ഏകദേശം കത്തി തീരാനായി. അന്നേരം അല്ലേ എന്തായാലും അടിപൊളി വൈബാട്ടോ. അതാ മോളോട്ട് ഇഷ്ടം പോലെ നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾ ഇവിടെ റിവറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? വെള്ളം പോകുന്നത്. നമ്മൾ ആ റിവറൊക്കെ ക്രോസ് ചെയ്തൊന്നും നല്ല രസമായിരുന്നു അല്ലേ? റിവറിന്റെ അടുത്തായതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഫീലിംഗ്. നമ്മള് വീശി തീ കത്തിച്ചോണ്ടിരിക്കുകയാണ്. നേരം വീശിയ ഒന്ന് കത്തും. ഇപ്പൊ കത്തി ഏകദേശം ഒക്കെ തീരാനായി, എല്ലാം തീർന്നു. നല്ല ഉണക്കക്കമ്പൊക്കെ തീർന്നു. തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. ആകാശത്ത് നോക്കിയാൽ നല്ല നക്ഷത്രം. പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഗൈസ്. നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിങ്ങിന് പോകണം. ഇതൊക്കെ ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണ്. ഒരു ദിവസം പുറത്ത് കിടന്ന് ഉറങ്ങാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നക്ഷത്രം നോക്കി ഇങ്ങനെ കുറേ നേരം ഇരിക്കാം. പ്രത്യേകിച്ച് നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, വാതിലടയ്ക്കണ്ട, ഡോറടയ്ക്കണ്ട, ഇങ്ങനെ ഇരിക്കുക. മുകളിലോട്ട് നക്ഷത്രം കാണുന്നു. ഇല്ല കേട്ടോ. ബാക്കിലോട്ട് ഒക്കെ ഇഷ്ടംപോലെ ക്യാമ്പ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കത്തിക്കും. ഇപ്പൊ കത്താറായി കത്തുന്നില്ല. അമ്മേ ഞാൻ ഉപേക്ഷിച്ചു. കുറച്ചൊക്കെ കത്തി ഇതാ കത്തിപ്പിടിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇത്രേ ഉള്ളൂ. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിനി മെല്ലെ ടെന്നിലോട്ട് പോവുകയാണ്, ഉറങ്ങാൻ പോവാം. നമുക്ക് നാളെ രാവിലെ എണീറ്റ് നമുക്ക് ട്രെക്കിങ് പോകാൻ പറ്റുവാണെങ്കിൽ ട്രെക്കിങ്ങിന് പോകണം.
ഉണ്ട്. ആ ബ്രിഡ്ജൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാം. ബ്രിഡ്ജ് നടക്കാനുള്ള കുറേ ഏരിയ ഉണ്ട്. നമുക്ക് നാളെ ട്രക്കിങ്ങിന് പോകാൻ കുറേ സ്ഥലമുണ്ട്. നാളെ അതിരാവിലെ കാണാം. ട്രക്കിങ്ങിന് പോകാം. നല്ല തണുപ്പുണ്ട് രാത്രി എൻ്റെ. സോ ഗൈസ് അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളങ്ങനെ കിടന്ന് എണീറ്റു. സമയം 8 മണി. എൻ്റെ അകത്തൊക്കെ വാട്ടർ ഡ്രോപ്സൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ തുള്ളി ചാടുന്നുണ്ടായിരുന്നു. പുറത്ത് നമ്മളങ്ങനെ പല്ല് തേക്കുകയാണ്. അതിലെ പല്ല് തേക്കുന്ന തീയൊക്കെ ഒന്ന് കത്തിക്കാൻ ഒന്ന് നോക്കി. കത്തുന്നില്ല. രാവിലത്തെ വ്യൂ ഇതാണ് ഗായ്സ്. നമ്മളൊരു വലിയ 10 ലിറ്ററിൻ്റെ വെള്ളം കൊണ്ടിട്ടുണ്ട്. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും, നമ്മൾ ക്യാമ്പിങ്ങിന് പോയാലും വീട്ടിലിരുന്നാലും നമുക്ക് രാവിലെ തന്നെ ചായ ഇല്ലാതെ പറ്റില്ല. അത് ഞങ്ങൾ രാവിലെ ഇത്തിരി ചായ ഉണ്ടാക്കുകയാണ്. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നു പറയുന്ന പോലെ നമ്മൾ നല്ല ഉയരത്തിലാണ് നമ്മളൊന്ന് വന്നേക്കണേ ചായ കുടിക്കാൻ. നമുക്ക് ഇന്ന് നല്ല ഒരു അടിപൊളി വെതറാണെന്ന് തോന്നുന്നു. നല്ല ബ്ലൂ സ്കൈ ആണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലഞ്ചും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഞങ്ങൾ വിചാരിക്കുന്നു തിരിച്ചു പോകാമെന്നാണ്. നമ്മളങ്ങനെ ചിക്കൻ്റെ പണി തീർത്ത് അടുത്തത് ഫിഷിലേക്ക് നീങ്ങിയാണ്. നമ്മൾ കൊണ്ടുവന്ന ചിക്കൻ ഇനി ഒരു 4 പീസും കൂടെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തീർന്നു, നമ്മൾ കഴിച്ച് തീർത്തു. ഇനി നമുക്ക് ഫിഷ് ആക്കണം. ബരാമുണ്ടി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവരൊരു ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അത് വെച്ചിട്ട് തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ മസാലാസ് ഒന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് നോക്കാം. ഗായ്സ്, നമ്മുടെ ഫിഷിനെ നമ്മൾ വറുക്കാൻ പോകുകയാണ്. ബട്ടർ ഇട്ടു. കുറച്ചുകൂടെ ഓയിൽ, നമ്മുടെ ഓയിൽ സ്പ്രേ ചെയ്തേ. ഓയിൽ സ്പ്രേ ഇത് ബട്ടറാണ് ആവശ്യമുള്ളൂ. ബട്ടറും ഹെർബ്സ് ഒക്കെ ഉണ്ട്. ആവശ്യം നല്ല സാധനം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻ വരുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് നല്ല മണം വരുന്നുണ്ട് അത് ഇട്ടപ്പോൾ. അതിനകത്ത് എന്തൊക്കെയോ വേറെ ഹെർബ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് ഹെർബ്സ് അത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വേറെന്തൊക്കെയോ ഇവരുടെ എന്തൊക്കെയോ സാധനങ്ങൾ. പക്ഷെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. സാധനങ്ങളുണ്ട് റെഡി ടു കുക്ക്. നല്ല ഫ്രൈ ചെയ്തെടുക്കണം. അത് കാരണം എന്തൊക്കെ അതിനകത്ത് ഉണ്ടാവോ? 15 മിനിറ്റ്സ് ഫ്രൈ ചെയ്യണോ? അല്ല, ഓവനിൽ 15 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് കുറേ നേരം വേണ്ടേ? ഇതും പിന്നെ ഈ വ്യൂവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ എന്ത് രസാ. യെസ്, നല്ല വെതറാണ് ഇന്ന്. നല്ല ക്ലിയർ സ്കൈ ആണ്. നമുക്ക് വേണമെങ്കിൽ ട്രക്കിംഗ് ഒക്കെ പോവായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു കുക്കിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മതി അങ്ങനത്തെ പരിപാടി. പിന്നെ വിശന്ന് കഴിഞ്ഞാ ഇതെന്താ ചെയ്താ? ഓ, എനിക്ക് ഈ മസാല ഇഷ്ടപ്പെടും തോന്നില്ല കണ്ടിട്ട്. ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ പിടിക്കില്ല.
ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഗൈസ് നമ്മൾ ഒരു ചിക്കൻ ബാക്കിയിരുന്ന ചിക്കൻ കൊണ്ട് ഒരു റാപ്പ് ആക്കിയിട്ടുണ്ട്. ഇന്നലത്തെ സെയിം റാപ്പാണ്. നമ്മുടെ സാലഡും ഇതൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ് നമ്മുടെ മീൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. പീസാക്കായിരുന്നു, അപ്പോൾ ഉള്ളിലും കൂടെ നല്ല ഫ്രൈ ആയി കിട്ടും. നല്ല ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. മീൻ കളക്കുമ്പോഴും മണം. അത് നമ്മുടെ റാപ്പ്. ഇത് നമ്മൾ റാപ്പായിട്ട് കഴിക്കാനാണ് ഇത് റാപ്പ് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണായ നമ്മളുണ്ടാക്കിയ ബറാമുണ്ടി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ടേസ്റ്റൊക്കെ ഉണ്ട്. റാപ്പാക്കി കഴിക്കാൻ കഴിച്ച കുറച്ചുകൂടെ നല്ലതായിരിക്കും. ലെമൺ അതാ റാപ്പ്. വേറെ റാപ്പ് കൂടെ ഉണ്ടാക്കിയായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ലൈമ് നല്ല ഫിഷ് നല്ല ടേസ്റ്റ് ആയിരിക്കും. രാവിലെ എണീറ്റ് തന്നെ വയറ് നിറഞ്ഞു എന്തൊക്കെയോ വെച്ചു. 10 മണിയായിട്ടോ. ഇനി ഒന്ന് ബാക്കി എല്ലാവരുടെ ക്യാമ്പ് സൈറ്റിൽ കൂടെ ഒന്ന് പോയി നോക്കണം, എല്ലാവരും എന്താ ചെയ്യണേന്ന്. എന്നിട്ട് ഇവിടെ വേറെ എവിടെ മൈൻ ഷാഫ്റ്റ് ഉള്ള ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോവാം. ഇവിടെ ചുറ്റും മൈൻ ഷാഫ്റ്റ്സ് ആണ്. ഇതെല്ലാം സ്വർണം കിട്ടുന്ന സ്ഥലാ. കുഴിച്ചു നോക്കിയാലോ, സ്വർണം ഉണ്ടാവും അടിയിലോട്ടൊക്കെ. നമ്മൾ നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. എല്ലാവരുടെയും ക്യാമ്പിംഗ് സൈറ്റ് ഒക്കെ കാണിച്ചു തരാം. അതാ റിവറിൻ്റെ അവിടെ കുറേ ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഗായ്സ് നോക്കൂ, എത്രങ്ങാനും ക്യാമ്പിംഗ് സൈറ്റുകൾ ആ റിവറിൻ്റെ അടുത്ത് ക്യാമ്പ് ചെയ്തേക്കുന്നു നോക്കൂ. ഇനി അവിടെ ക്യാമ്പ് ചെയ്യാനൊരു സ്പോട്ട് ബാക്കിയില്ല, എല്ലാം ഓക്യുപ്പൈഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നമുക്കൊരു ബ്രിഡ്ജുണ്ട് അപ്പുറത്തോട്ട് കിടക്കാൻ. ജസ്റ്റ് റിവർ ക്രോസ് ചെയ്യാനായിട്ടൊരു ബ്രിഡ്ജ്. ആളുകൾ ഇന്ന് ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇന്നും നാളെയൊക്കെ ആയിട്ട് അവധിയല്ലേ, എല്ലാ ദിവസവും ഇങ്ങനെ ക്യാമ്പിങ്ങിനായിട്ട് ഈ ആൾ ക്യാമ്പിങ്ങിനായിട്ട് ഇങ്ങനെ റിവർ ക്രോസ് ചെയ്ത് വലിയ വണ്ടിയിൽ നിന്നല്ല എല്ലാ വണ്ടിയും ഇവർ ഈ റിവർ ക്രോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറേ ആളുകളുണ്ട് ഗൈസ്. ഒത്തിരി പേര് ഇതാ ക്യാമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നും കുറേ പേര് ക്യാമ്പ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെറിറ്റേജ് ബ്രിഡ്ജിൻ്റെ പേര് ബ്രണ്ടൻ ബ്രിഡ്ജ്. ബ്രണ്ടൻ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താ? ലിസ്റ്റഡ് ഓൺ ദ വിക്ടോറിയൻ ഹെറിറ്റേജ് രജിസ്റ്റർ. 19th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത ബ്രിഡ്ജാണിത്. എന്നിട്ട് അത് പുതുക്കി ഇതാക്കി. 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നത് വുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനത്തെ. അത് പൊട്ടിയപ്പാണ് അവർ ഇതാ മോഡേണൈസ് ആയിട്ട് ഇങ്ങനെ ആയത്. ഫയറിൽ ഡാമേജ് ആയി. വാക്ക്വേ ഡാമേജ്ഡ് ഇൻ 2006 ഫയർ. 1980 കൺസ്ട്രക്ട് ചെയ്യ ആർമി. 2006 ഡാമേജ് ആയി. എന്നിട്ട് പിന്നെ അവർ വൈൽഡ് ലൈഫ് ഉടുമ്പോ ഗോവാന
ഇഗ്വാന. ഗുവാന. ഇവിടെ കുറേ പേര് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവരിവിടെ കുറേ പേര് ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തും കുറേ പേര് ഇതാ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. അവർ ട്യൂബൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് ക്യാമ്പിങ് ഇവിടെ ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരുന്നു. സൈഡ് ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു വന്നേ, പക്ഷെ കേറാൻ പോലും പറ്റാത്ത രീതിയിൽ വണ്ടിയൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്ത് ഫുള്ള് അവര് ഇവിടെ ഒരു വെക്കേഷൻ അല്ലേ, ദൂരമുള്ള 10 എത്ര ആൾക്കാരങ്ങനെ ഓരോരോ ടീമാ. ഇത് ഓരോ ക്യാമ്പ് കാണുന്ന ഓരോരോ ടീംസ് വന്നതാ. നല്ലൊരു ഏരിയ ചേർന്ന് ക്യാമ്പ് ചെയ്യാൻ. ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഇഷ്ടം പോലെ കത്തിച്ചിട്ടുണ്ട്. നല്ല രാത്രിയൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ പിള്ളേരൊക്കെ ഉള്ളവര് സൂക്ഷിക്കണം. ആ ഒരു ക്യാമ്പുണ്ട്, താഴെ ഇഷ്ടം പോലെ ക്യാമ്പിങ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഏരിയയിൽ ക്യാമ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ വരാം. നേരത്തെ വന്നില്ലെങ്കിൽ ഇതേപോലത്തെ റിവർ സൈഡ് സ്ഥലം കിട്ടത്തില്ല. ക്യാമ്പ് ചെയ്ത് നമ്മള് ഇച്ചിരി മേലെയാണ്. അപ്പൊ ആരും ഇതുപോലെ അവിടെ ആർക്കും വേണ്ട. ഇതേപോലെ റിവർ സൈഡ് കിട്ടണമെങ്കിൽ നേരത്തെ വരണം. നമ്മൾ ഓൾറെഡി എത്തിയപ്പോ 4 മണിയായി. നമ്മളെത്തിയത് ലേറ്റ്. ഇവിടെയൊക്കെ ഫുള്ളി ഓക്യുപ്പൈഡ് ആണ്, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഗായ്സ്, നമ്മുടെ ക്യാമ്പിങ്ങൊക്കെ ഏകദേശം നമ്മൾ അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വേറെ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഗോൾഡ് മൈൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വാക്കൊക്കെ പോയി അവിടെ കുറേ റിവറിലെ ക്യാമ്പിങ് അവരുടെ സ്ഥലമൊക്കെ കണ്ടു. നൈസാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ക്യാമ്പ് സ്പോട്ടൊക്കെ കണ്ടു. നമ്മൾ ജസ്റ്റ് നമുക്കവിടെ സ്ഥലമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റാട്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂ ആയിട്ടും ഒക്കെ കാണിച്ചു തരാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ പുതിയ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഇനിയും കാണാം. വൽഹല്ല ഗോൾഡ് മൈൻ. അപ്പോൾ അതുവരെയും ബൈ ബൈ.